പാവറട്ടി വെങ്കടങ്ങിൽ മതിലിടിഞ്ഞു വീണ് 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ചെറുമനേങ്ങാട് നെല്ലിക്കുന്നിൽ 1.5 വയസ്സുള്ള പെൺകുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ ധനസഹായം കൈമാറി. ബിനോയുടെ മൂത്ത മകന് പഠനത്തിന് ശേഷം വിദേശത്ത് ജോലി ഉറപ്പാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. പാലപ്പള്ളി കാരിക്കുളത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മാള പഞ്ചായത്തിലെ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് കേന്ദ്രം ഉദ്ഘാടനത്തിന് ശേഷം പൂട്ടിയിട്ടിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ആവശ്യമായ ഫർണിച്ചർ ഇല്ലാത്തതാണ് കെട്ടിടം അടച്ചിടാൻ കാരണം. തളിക്കുളം അറപ്പയ്ക്കടുത്ത് കടലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കരക്കിടിഞ്ഞു. നീലഗിരി സ്വദേശി അമൻകുമാറാണ് മരിച്ചത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാവറട്ടി വെങ്കടങ്ങിൽ മതിലിടിഞ്ഞു വീണ് 6 വയസ്സുകാരി മരിച്ചു. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കരുവന്തല മാമ്പ്രത്തൊട്ടിപ്പറമ്പിൽ മഹേഷ് മകൾ ദേവിഭദ്രയാണ് മരിച്ചത്. മേച്ചേരിപ്പടി SNALP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദേവിഭദ്ര. ഏനമാവ് കരുവന്തല മാമ്പ്രത്തൊട്ടിപ്പറമ്പിൽ ശ്രീഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിന് പങ്കെടുത്തതിനു ശേഷം ബന്ധുക്കളായ മറ്റു കുട്ടികളോടൊപ്പം സമീപത്തെ റോഡരികിൽ കളിക്കുന്നതിനിടെ സ്വകാര്യ വ്യക്തിയുടെ മതിൽ ദേവിഭദ്രയുടെ ദേഹത്തേക്ക് മറഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് അമല ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ 1.5 വയസ്സുള്ള പെൺകുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുല്ലയ്ക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമയയെയാണ് ശനിയാഴ്ച രാത്രി വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ മാതാവ് ജിഷ അയൽവീട്ടിലെത്തി കുട്ടി കിണറ്റിൽ വീണുകിടക്കുന്നു എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. നാട്ടുകാർ എരുമപ്പെട്ടി പോലീസിൽ വിവരമറിയിച്ചു. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത്. കുട്ടിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് കിണറ്റിൽ വീണ് കിടക്കുന്നതായി കണ്ടതെന്ന് വീട്ടുകാർ പറയുന്നു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി സംസ്കാരം നടന്നു. കുവൈറ്റ് അപകടത്തിൽ മരിച്ച തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം കൈമാറി. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു എന്നിവർ ചേർന്നാണ് ബിനോയ് തോമസിന്റെ വീട്ടിലെത്തി ധനസഹായം കൈമാറിയത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയും നോർക്ക വഴി വ്യവസായ പ്രമുഖരും മറ്റും നൽകിയ 9 ലക്ഷം രൂപയും കൂടി 14 ലക്ഷം രൂപയാണ് കൈമാറിയത്. ബിനോയുടെ മൂത്ത മകൻ ആദിക്ക് ഡിപ്ലോമ പഠനത്തിന് ശേഷം പ്രവാസി വ്യാപാരിയായ JK മേനോന്റെ നേതൃത്വത്തിൽ ജോലി ഉറപ്പാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ബിനോയ് തോമസിന്റെ കുടുംബത്തിന്റെ സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, MLA NK അക്ബർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ധനസഹായത്തിന് പുറമെ പ്രവാസി വ്യവസായികളായിട്ടുള്ള യൂസഫ് അലി, ദേവിപിള്ള, പൊക്കാന എന്ന സംഘടന അവരെല്ലാം നൽകിയ തുകകൾ സമാഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ 14 ലക്ഷം രൂപ നാം കൈമാറുന്നത്. ഈ വ്യക്തികളുടെ കുടുംബജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടി മറ്റ് കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് എന്ന് കാണുകയുണ്ടായി. നമ്മുടെ ബിനോയുടെ മകനായിട്ടുള്ള ആദി ഡിപ്ലോമ ഹോൾഡറാണ്. ഒരു വരുമാനദായകമായ അന്തസ്സുറ്റ ഒരു തൊഴിൽ അദ്ദേഹത്തിന് നൽകാനായി പ്രവാസി വ്യവസായിയായിട്ടുള്ള JK മേനോൻ, അന്തരിച്ച പത്മശ്രീ CK മേനോന്റെ മകൻ തയ്യാറായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കുട്ടിയുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ജോലിക്കായിട്ട് അവനയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പാലപ്പള്ളി കാരിക്കുളത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. പരുന്തുപാറ ഭാഗത്ത് നിന്ന് കട്ട കൊണ്ടുവന്ന ലോറി ഇറക്കത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. പാലുളി ഷെരീഫിന്റെ വീട്ടുപറമ്പിലേക്കാണ് ടിപ്പർ ലോറി ഇടിച്ചു കയറിയത്. പറമ്പിലെ തെങ്ങിലിടിച്ച ശേഷം തെങ്ങിനും കിണറിനും ഇടയിൽ ലോറി തടഞ്ഞു നിന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളികൾ കിണറിന്റെ മുകൾ ഭാഗത്തേക്ക് വീണു. കിണറിന്റെ മുകളിൽ ഇരുമ്പുവല ഉണ്ടായിരുന്നതുകൊണ്ട് വൻ അപകടം ഒഴിവായി. തെങ്ങ് ഒടിഞ്ഞ് വീടിന്റെ ഗേറ്റും തകർന്നു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടങ്ങൾ പതിവായയുടെ 3ാം തവണയാണ് നിയന്ത്രണം വിട്ട് വാഹനം ഷെരീഫിന്റെ വീട്ടുപറമ്പിലേക്ക് ഇടിച്ചു കയറുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കാട്ടൂർ പൊഞ്ഞനം സ്വദേശി തെയ്യശ്ശേരി വീട്ടിൽ 42 വയസ്സുള്ള രാകേഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം നെടുമ്പുരയിൽ സുഹൃത്തുമായി സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാർ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
പാലക്കൽ സ്വദേശി എറണാകുളത്ത് പുഴയിൽ മുങ്ങി മരിച്ചു. കക്കേരി ജയൻ മകൻ മിഥുനാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. തുറന്നിട്ടും തുറക്കാതെ കിടക്കുകയാണ് മാള പഞ്ചായത്തിലെ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക്. അക്ഷയ കേന്ദ്രത്തിന് സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് ആണ് ഉദ്ഘാടനത്തിന് ശേഷം മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്നത്. മാള പഞ്ചായത്ത് കുടുംബശ്രീ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനൊപ്പം പൊതുജനങ്ങൾക്ക് ആവശ്യമായ വിവിധ ഓൺലൈൻ സേവനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നതിനാണ് ഹെൽപ്പ് ഡെസ്ക് കേന്ദ്രം ആരംഭിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഉദ്ഘാടനം നടത്തിയ ഹെൽപ്പ് ഡെസ്ക് കേന്ദ്രം അന്ന് തന്നെ പൂട്ടിയിട്ടു. പഞ്ചായത്ത് 2 ലക്ഷം വകയിരുത്തിയ പദ്ധതിയിൽ 1,27,242 രൂപ ചിലവഴിച്ചാണ് ഹെൽപ്പ് ഡെസ്ക് നിർമ്മിച്ചത്. എന്നാൽ ഇതിലേക്ക് ആവശ്യമായ കമ്പ്യൂട്ടർ, പ്രിന്റർ, ഫർണിച്ചർ അടക്കമുള്ളവ നൽകിയിരുന്നില്ല. ഇതിനായി ഇനി മറ്റൊരു പദ്ധതി അനുവദിക്കണം. ഇതിലേക്ക് ആവശ്യമായ കുടുംബശ്രീ അംഗങ്ങളെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകാനും കഴിഞ്ഞിട്ടില്ല. പദ്ധതി പൂർത്തീകരിക്കാനുള്ള മുഴുവൻ പണം വെച്ച് ആ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് അത് ജനങ്ങൾക്ക് കൈമാറുന്നതിന് പകരം പദ്ധതി പണം പകുതി മാത്രം ചെലവഴിച്ച് അത് ഒരാൾക്കും ഉപകാരമില്ലാത്ത രീതിയിലാക്കിയിരിക്കുന്നത് വലിയ നാടിന് തന്നെ മാള ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമുണ്ടാക്കിയെന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത രീതിയിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. പഞ്ചായത്തിന്റെ മാത്രമല്ല മറ്റു സ്ഥാപനങ്ങളിലേക്കുള്ള സേവനവും ലഭ്യമാക്കുന്നതിന് ജനങ്ങളെ സഹായിക്കുന്ന പദ്ധതി തുടങ്ങുന്നതിന് സഹായത്തിനായി കാത്തുനിൽക്കുകയാണ് കുടുംബശ്രീ. പുതുക്കിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കുടുംബശ്രീക്ക് ഹെൽപ്പ് ഡെസ്ക് ഉടൻ കൈമാറുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. TCV ന്യൂസ്, മാള. തളിക്കുളം അറപ്പയ്ക്കടുത്ത് കടലിൽ കുളിക്കുന്നതിനിടെ കാണാതായി യുവാവിന്റെ മൃതദേഹം വലപ്പാട് ബീച്ചിൽ കരക്കടിഞ്ഞു. നീലഗിരി സ്വദേശി 21 വയസ്സുള്ള അമൻകുമാറാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് 7-അംഗ സംഘം കടലിൽ കുളിക്കാനിറങ്ങിയത്. തിര ആഞ്ഞടിച്ചതോടെ അമൻകുമാർ കടലിൽ അകപ്പെടുകയായിരുന്നു. ഇതോടെ മറ്റുള്ളവർ കരയ്ക്ക് കയറി രക്ഷപ്പെടുകയായിരുന്നു. 2 തവണ അവൻ തിരയിൽ കൈ ഉയർത്തിയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ഞായറാഴ്ച രാവിലെയാണ് മത്സ്യത്തൊഴിലാളികൾ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. നീലഗിരിയിലെ സ്വകാര്യ IT കമ്പനിയിലെ ജീവനക്കാരനാണ് അമൻകുമാർ. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പലൂരിൽ റോഡരികിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. പുനിയാറ കോളനി വൃന്ദാവനം റോഡിൽ നിന്നുമാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ B ബാലസുബ്രഹ്മണ്യനും സംഘവും 17 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പ്രദേശത്ത് പുറമേ നിന്നെത്തുന്ന യുവാക്കൾ രാത്രി സമയങ്ങളിൽ തമ്പടിച്ച് ലഹരി ഉപയോഗിക്കുന്നതായി സമീപവാസികൾ എക്സൈസ് സംഘത്തോട് പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AV മോയിഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ AS റിഹാസ്, KM സിജാദ്, TV കൃഷ്ണ വിനായക്, VM മുഹമ്മദ്, ദിൽഷാദ് എന്നിവരും കഞ്ചാവ് ചെടി കണ്ടെത്തിയ സംഘത്തിലുണ്ടായിരുന്നു. രാജ്യത്തെ ആദ്യ സംരംഭമായി നടപ്പാക്കിയ ചാലക്കുടിയിലെ ഡിമെൻഷ്യ സൗഹൃദ നഗരസഭാ പ്രോജക്ട് ഓർമ്മയിലേക്ക് രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് അടച്ചുപൂട്ടി. പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിക്കാത്തതും നഗരസഭയുടെ മേൽനോട്ടമില്ലാത്തതുമാണ് മാതൃകാപരമായി പദ്ധതി തുടക്കത്തിൽ തന്നെ അവസാനിച്ചത്. കേരളപ്പിറവി ദിനമായ നവംബർ 1-നാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ നിലവിൽ പ്രോജക്ട് ഓഫീസർ പോലുമില്ലാത്ത അവസ്ഥയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആസ്ഥാന കാര്യാലയത്തിലാണ് ആദ്യഘട്ട പ്രവർത്തനം ആരംഭിച്ചത്. സമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചുവരുന്ന ഡിമെൻഷ്യ രോഗികളെ കണ്ടെത്തി കൌൺസിലിംഗും ചികിത്സയും ലഭ്യമാക്കുന്നതായിരുന്നു പദ്ധതി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ സംബന്ധിച്ച തർക്കവും ചേരിപ്പോരുമാണ് പദ്ധതി തടസ്സപ്പെടാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിർമ്മിച്ച അലങ്കാര ഗോപുരത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം പശ്ചിമബംഗാൾ ഗവർണർ CB ആനന്ദബോസ് നിർവഹിച്ചു. പ്രവാസി വ്യവസായി അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ മേനോനാണ് 3.5 കോടി രൂപ ചെലവിട്ട് അലങ്കാര ഗോപുരവും നടപ്പന്തലും വഴിപാടായി നിർമ്മിച്ചു നൽകിയത്. 2 നിലകളിലായി കേരളീയ വാസ്തുശൈലിയിലാണ് പ്രവേശന കവാടമായി അലങ്കാര ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ VG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. മലയാളിയുടെ സാമൂഹ്യ ബോധത്തെ മാറ്റിമറിക്കുന്നതിൽ P ഭാസ്കരന്റെ കവിതകൾ ചെലുത്തിയ സ്വാധീനം വലുതാണെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ പറഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഗീത നാടക അക്കാദമി, P ഭാസ്കരൻ ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച P ഭാസ്കരന്റെ ജന്മശതാബ്ദി ആഘോഷം കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിച്ചു. CP അബൂബക്കർ, EP രാജഗോപാലൻ, സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ പുഷ്പാവതി തുടങ്ങിയവർ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് താൻ തന്നെ മുഴുവനായി വെളിപ്പെടുത്തുക, ഈ കാണുന്ന താൻ തന്നെയാണോ താൻ എന്ന
സംശയം. എൻ്റെ അകത്ത ഞാനും പുറത്ത് കാണുന്ന ഈ ഞാനും എങ്ങനെയാണ് ഒരാൾ തന്നെ ആകുന്നത് എന്ന സംശയം. ഈ ബാഹുവനായി മാറിയ നളന്റെ ചരിത്രം എഴുതുന്നതിലൂടെ ഉണ്ണായി വാര്യർ പലരും കവി ചെയ്യുന്നത് തൻ്റെ തന്നെ ആത്മസംഘർഷങ്ങൾ ആവിഷ്കരിക്കുകയായിരുന്നു. അഥവാ വിജയത്തിൽ ഏകാഗിയായി ദിഗംബരയായി കിടക്കുന്ന ദമയന്തിയെ ആവിഷ്കരിക്കുന്നതിലൂടെ ഒരുപക്ഷെ എല്ലാ കാലത്തെയും സ്ത്രീത്വത്തിന്റെ അത്യഗാധമായ പീഡനവും വേദനയും. ജില്ലയിലെ പല പാടശേഖരങ്ങളും നഷ്ടത്തിന്റെ പേരിൽ കൃഷി ഉപേക്ഷിക്കുവാൻ കർഷകർ ഒരുങ്ങുന്ന ഇക്കാലത്ത് കാർഷിക മേഖലയ്ക്ക് മാതൃകയാവുകയാണ് ചെമ്മാപ്പള്ളി ശ്രീരാമൻചിറ പാടശേഖരം. എല്ലാ സീസണിലും കൃഷിയുടെ നിറവിലാണ് ഈ പാടശേഖരം. താന്യം, അന്തിക്കാട് പഞ്ചായത്തുകൾ അതിരിടുന്ന ശ്രീരാമൻചിറ പാടശേഖരത്തിലെ 82 ഏക്കർ വട്ടനിലത്തിലാണ് ഇടവേളയില്ലാതെ കൃഷി ചെയ്യുന്നത്. 25 വർഷം തരിശു കിടന്ന ഈ പാടശേഖരത്തിലെ നെൽകൃഷി തിരിച്ചുപിടിച്ചത് 2008-ലാണ്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വിരിപ്പ് കൃഷി ചെയ്യുന്ന അപൂർവം പാടശേഖരങ്ങളിലൊന്നാണ് ശ്രീരാമൻചിറ. വിഷു കഴിഞ്ഞ് പാടത്തേക്കിറങ്ങി ഓണത്തിന് കൊയ്ത് കയറുന്ന രീതിയാണ് ഇവിടത്തേത്. ഞാറ്റുവേല നോക്കി വിത്ത് വിതച്ച് തിരുവാതിരയിൽ പറിച്ചു നടന്ന പഴയകാല കൃഷി കലണ്ടറാണ് ഇവിടെ പിന്തുടരുന്നത്. 2008 ചേർപ്പ് MLA VS സുനിൽകുമാറും മണലൂർ MLA മുരളി പെരുന്നെല്ലിയും കൂടി 25 കൊല്ലമായി തരിശു കിടന്നിരുന്ന ഈ ശ്രീരാമൻചിറ പാടശേഖരത്തെ തരിശു രഹിതമാക്കി നല്ല രീതിയിൽ കൃഷി ആരംഭിക്കുകയും ആ വർഷം തന്നെ നല്ല വിളവ് ലഭിക്കുകയും അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ മുല്ലക്കര രത്നാകരൻ വന്നിവിടെ കൊയ്ത്തുത്സവം നടത്തുകയും ചെയ്തു. അതിൽ പിന്നീട് ഇങ്ങോട്ട് നല്ല രീതിയിൽ എല്ലാ പ്രാവശ്യവും ഇവിടെ കൃഷി ചെയ്യുന്നു. നെല്ല് കഴിഞ്ഞാൽ ഞങ്ങൾ വിവിധ കൃഷികൾ ചെയ്ത് 365 ദിവസവും പാടം തരിശിടാതെ നല്ല രീതിയിൽ ഞങ്ങൾ കാത്ത് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു പാടശേഖരങ്ങൾ വർഷക്കാലത്ത് വെള്ളം കയറിയും കടുത്ത വേനലിൽ വറ്റിവരണ്ടും കിടക്കുമ്പോൾ ശ്രീരാമൻചിറ പാടശേഖരം എല്ലാ കാലാവസ്ഥയിലും വ്യത്യസ്തങ്ങളായ കൃഷികളാൽ സമൃദ്ധമാണ്. നെൽകൃഷിക്ക് ശേഷം സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും തണ്ണിമത്തനും പച്ചക്കറികളും ഇവിടെ വിളയും. അന്തിക്കാട്, താന്യം പഞ്ചായത്തുകളിലെ 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ഇത്തവണ വട്ടനിലത്തിൽ വിത്ത് വിതച്ച് വിതയുത്സവം വേറിട്ടതാക്കിയത്. മറ്റു കോൾ മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാഭത്തിൽ പിറകലായ ഇവിടുത്തെ കർഷകരെ കൃഷിയിൽ നിലനിർത്താനുള്ള പിന്തുണയുമായി കൃഷിവകുപ്പും താന്യം, അന്തിക്കാട് പഞ്ചായത്ത് ഭരണസമിതികളും പാടശേഖര സമിതിക്കൊപ്പമുണ്ട്. TCV ന്യൂസ്, തൃശൂർ. മേലൂരിൽ 13 വയസ്സുകാരിയെ കാണാനില്ലെന്ന് പരാതി. വെങ്ങിലശ്ശേരി കുറ്റിപ്പള്ളത്ത് വീട്ടിൽ സുമതിയുടെ മകൾ ഗൗരി കൃഷ്ണയെയാണ് ശനിയാഴ്ച മുതൽ കാണാതായത്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ഒരു കാലഘട്ടത്തിൽ മലയാളിക്ക് മുന്നിൽ വിസ്മയലോകം തുറന്ന കലാനിലയം നാടകവേദി പുനരവതരിക്കുന്നു. കലാനിലയം മൾട്ടിനാഷണൽ കമ്പനിയുമായി കൈകോർത്താണ് വീണ്ടും രംഗത്തെത്തുന്നത്. രണ്ടാം വരവിൽ കലാനിലയത്തിന്റെ ആദ്യത്തെ അതിവിശാലമായ സ്റ്റേജ് നിർമ്മാണം കൊടുങ്ങല്ലൂരിൽ ആരംഭിച്ചു. സ്റ്റേജിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും നിർമ്മാണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കാൽനാട്ടുകർമ്മം നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത നിർവഹിച്ചു. സോഹൻ റോയ്, തിരുവഞ്ചിക്കുളം ദേവസ്വം ഓഫീസർ സുധീർ മേലാപ്പാട്ട്, കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, വാർഡ് മെമ്പർ സുനിൽകുമാർ, കലാനിലയം മാനേജിംഗ് ഡയറക്ടർ അനന്തപത്മനാഭൻ എന്നിവർ പങ്കെടുത്തു. 150-ലധികം കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരുമാണ് കലാനിലയത്തിന്റെ വേദിയിലും അണിയറയിലും പ്രവർത്തിക്കുന്നത്. എല്ലാ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് കലാനിലയത്തിന്റെ സ്ഥിരം വേദികൾ ഉപകാരീകരിക്കാൻ പോവുകയാണ്. കലാനിലയം എന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസ. അങ്ങനൊരു അടുപ്പം കൂടെ ഈ കലാനിലയമായിട്ട് ഉണ്ട്. കലാനിലയത്തിലെ നാടകങ്ങൾ നെഞ്ചിലേറ്റിയത് പ്രേക്ഷകരും അതേപോലെ അതിൻ്റെ വിജയത്തിന് സഹായിച്ചത് അതിൽ പ്രവർത്തിച്ച പ്രവർത്തകരുമാണ്. നിങ്ങൾക്ക് കാണാം ആ ബോർഡിലുള്ള. കൊണ്ടാഴിയിൽ വീട്ടിൽ വിളഞ്ഞ പടവലം കാണാൻ സന്ദർശകരുടെ തിരക്കാണ്. 10 അടി നീളത്തിലുള്ള പടവലം കാണാനാണ് തിരക്ക്. കൊണ്ടാഴി പഞ്ചായത്തിലെ കായാമ്പൂവം, ചേലക്കോട്, കൊട്ടുങ്ങൽ വീട്ടിൽ മൊയ്തീന്റെ വീട്ടിലെ കൃഷിയിടത്തിലാണ് അത്ഭുതവിള. 10 അടിയിലേറെ നീളമുള്ള പടവലമാണ് കൃഷിയിടത്തിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥനായി റിട്ടയർഡ് ചെയ്തതിനു ശേഷമാണ് മൊയ്തു കൃഷിയിലേക്ക് തിരിഞ്ഞത്. സഹോദരനായ അബ്ദുറഹ്മാനാണ് പടവലത്തിന്റെ വിത്ത് മൊയ്തുവിന് എത്തിച്ചു നൽകിയത്. വീടിനോട് ചേർന്നുള്ള 3 സെന്റ് സ്ഥലത്ത് പടവലം വിത്ത് പാകുകയായിരുന്നു. ഇപ്പോൾ ഉണ്ടായ 10 അടിയിലേറെ നീളമുള്ള പടവലത്തിന് പുറമെ ബാക്കി പടവലങ്ങൾ വലുപ്പത്തിൽ കൗതുകമാവുകയാണ്.
വേനൽക്കാലമാണെങ്കിൽ ഇപ്പോൾ കാണുന്നതിനേക്കാൾ 2 അടിയിലേറെ നീളവും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ബിൽബാഹ ഇനത്തിൽപ്പെട്ട പടവലത്തിന്റെ വിത്താണിത്. ഒരു പുതിയ ഇനം പടവലങ്ങയാണ്. ഇത് ഏകദേശം 10 അടി നീളമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് വേനൽക്കാലത്താണെങ്കിൽ 12 അടി നീളമെങ്കിലും വരും. ഒരു 4 കിലോ തൂക്കം വരും. പിന്നെ എനിക്ക് കിട്ടിയത് എൻ്റെ അനുജൻ ഒന്നാണ്. അനുജനും വിദേശത്ത് എവിടുന്നോ കൊണ്ടാണെന്ന് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പേര് ബിൽബാഹ എന്നാണ്. TCV ന്യൂസ്, ചേലക്കര. ഡിവൈഎഫ്ഐ കയ്പമംഗലം ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TV സുരേഷ് ബാബു അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് TG നിഖിൽ, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ BS ശക്തിധരൻ, IS കാസിം, ഡിവൈഎഫ്ഐ കയ്പമംഗലം ഈസ്റ്റ് മേഖലാ സെക്രട്ടറി KB ഷിബിൻ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രദേശത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിച്ചു. പെരിങ്ങാട് സെന്റ് തോമസ് ദേവാലയത്തിൽ കാത്തലിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഫാദർ സ്റ്റാൻസ്വാമി അനുസ്മരണ ദിനം ആചരിച്ചു. ഛായാചിത്രത്തിന് മുൻപിൽ കാത്തലിക് അസോസിയേഷൻ പ്രവർത്തകർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പെരിങ്ങാട് സെന്റ് തോമസ് ചർച്ച് പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ സജിൽ കണനായ്ക്കൽ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങാട് കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് KL ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ EA ഷിബു, ജോഷി കൊമ്പൻ, AJ ജോഷി, EN ജോൺസൺ, ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം പഞ്ചായത്തിന് മികവിന് ആദരം പരിപാടി സംഘടിപ്പിച്ചു. പള്ളിവളവ് OLFGH സ്കൂളിൽ നടത്തിയ അനുമോദന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TS രാജു അധ്യക്ഷത വഹിച്ചു. മികച്ച ഒന്നാമത്തെ ഡോക്യുമെന്ററിക്കുള്ള സത്യജിത്ത് റേ പുരസ്കാരം കരസ്ഥമാക്കിയ സുബിൻ കണദാസ്, കുടുംബശ്രീ സംസ്ഥാന സർഗോത്സവത്തിൽ വിവിധ വിഭാഗങ്ങളിൽ 1ാം സ്ഥാനം നേടിയ തമ്പുരു ഓക്സിലറി ഗ്രൂപ്പ് അംഗം ശ്രീലക്ഷ്മി, സ്വപ്ന ഷാഫി, പൊതു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, ജനപ്രതിനിധികളായ ഷീജ ബാബു, MK പ്രേമാനന്ദൻ, പ്രിയ ഹരിലാൽ, രജനി ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. 10,358 കുട്ടികളാണ് ആറാട്ടുപുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ശ്രീ ശാസ്ത സംഗീതോത്സവം സമാപിച്ചു. വ്യാഴാഴ്ച ആരംഭിച്ച ശ്രീ ശാസ്ത സംഗീതോത്സവത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള 100ഓളം കലാകാരന്മാർ പങ്കെടുത്തു. തൃശൂർ രാമകൃഷ്ണൻ അവതരിപ്പിച്ച പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സംഗീതോത്സവം സമാപിച്ചത്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അവണൂർ പ്രതിഭ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ V സാംബശിവൻ സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. NK രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജയൻ അവണൂർ അധ്യക്ഷത വഹിച്ചു. PV മുകുന്ദൻ, കോളങ്ങാട്ടുകര വേണുഗോപാലൻ, K മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ കുന്നംകുളത്ത് സായാഹ്ന ധർണ നടത്തി. CITU ജില്ലാ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PM സുരേഷ് അധ്യക്ഷത വഹിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി EC ജോയ്, വനിതാ സബ് കമ്മിറ്റി കൺവീനർ ഡെയ്സി ജോയ്, PK ഉമർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. ഗ്രൗണ്ടിലെ കായിക പരിശീലനം മുടങ്ങിയിട്ട് 2 വർഷം പിന്നിട്ടു. നിരവധി ദേശീയ സംസ്ഥാന താരങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള എരുമപ്പെട്ടി സ്കൂൾ ഗ്രൗണ്ട് ആധുനിക രീതിയിൽ നവീകരിക്കുന്ന പ്രവൃത്തികൾ അനിശ്ചിതമായി നീളുന്നതാണ് കായിക താരങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്.
കുന്നംകുളം MLA AC മൊയ്തീന്റെ ശ്രമഫലമായി സംസ്ഥാന സർക്കാരിന്റെ 2021-22 ബജറ്റിൽ അനുവദിച്ച 2 കോടി ഉപയോഗിച്ചാണ് ഗ്രൗണ്ട് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്നത്. എന്നാൽ നിർമ്മാണം തുടങ്ങി 2 വർഷമായിട്ടും നിർമ്മാണ പ്രവർത്തികൾ പാതി വഴിയിലാണ്. നിലവിൽ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. സ്കൂളിലെയും പ്രദേശത്തെയും കായിക താരങ്ങളും വിദ്യാർത്ഥികളും 2 വർഷമായി പരിശീലനത്തിന് വേണ്ടി കിലോമീറ്ററുകൾ ദൂരെയുള്ള മറ്റ് ഗ്രൗണ്ടുകളെയാണ് ആശ്രയിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ നിരവധി കായിക താരങ്ങളെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വളർത്തിക്കൊണ്ടുവന്ന ഗ്രൗണ്ടാണ് എരുമപ്പെട്ടി സ്കൂൾ ഗ്രൗണ്ട്. വളരെ ദൂരെ നിന്നും ഏറെ കുട്ടികളാണ് സ്പോർട്സിൽ വളരാനായി നമ്മുടെ സ്കൂളിൽ വന്ന് ചേരുന്നത്. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും പരിശീലനം 2 വർഷത്തോളമായി മുടങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ സ്കൂളിലെ കായിക താരങ്ങളെല്ലാം മറ്റ് ഗ്രൗണ്ടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത്. അത് ഇവിടുത്തെ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ഞങ്ങളുടെ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് തരണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. AC മൊയ്തീൻ MLA അടുത്തിടെ കുന്നംകുളത്ത് വിവിധ വകുപ്പ് അധികൃതരുടെ യോഗം വിളിച്ച് നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണം ഇപ്പോഴും തടസ്സപ്പെട്ട നിലയിലാണ്. 300 കായിക താരങ്ങൾ എല്ലാ ദിവസവും പരിശീലനം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ടാണ്. 2 വർഷമായിട്ട് ആർക്കും ഇതിൽ പരിശീലനം ചെയ്യാൻ കഴിയുന്നില്ല. വിദ്യാർത്ഥികൾ മങ്ങാടും കുന്നംകുളമൊക്കെ പോയിട്ടാണ് ഇപ്പോൾ പരിശീലനം നടത്തുന്നത്. അവർക്ക് 7 മണി കഴിഞ്ഞാൽ സീറ്റ് കിട്ടാത്ത അവസ്ഥ, ബസ്സുകാരായിട്ടുള്ള ബഹളങ്ങൾ, വിഷയങ്ങൾ, അങ്ങനെ നിരന്തരം പ്രശ്നങ്ങളാണ് ഈ ഗ്രൗണ്ട് ഇല്ലാത്തത് മൂലം വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല. കഴിഞ്ഞ ഒക്ടോബറിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന കരാറുകാരൻ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഇത് പാലിക്കാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ല. കരാറുകാരന്റെ അനാസ്ഥ മൂലം സ്കൂളിലെ 300ഓളം വരുന്ന കായിക വിദ്യാർത്ഥികളുടെ പരിശീലനം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. മാള പഞ്ചായത്തും കേന്ദ്ര ഗ്രന്ഥശാലയും ചേർന്ന് സംഘടിപ്പിച്ച വായനാ പക്ഷാചരണം സമാപിച്ചു. സമാപന സമ്മേളനം ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നബീസത്ത് ജലീൽ, ജയ ബിജു, KV രഘു, ഉഷ ബാലൻ, നിത ജോഷി, ജിയോ ജോർജ്, ലൈബ്രറിയൻ PV അനീഷ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി PJ ജലീൽ, IV ദാസ് അനുസ്മരണം നടത്തി. വിവിധ മേഖലകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കേരള കർഷക സംഘം ചന്ദ്രാപിന്നി മേഖല സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി. VK കുമാരൻ സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PI സജിത ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് PS ഷജിത്, ട്രഷറർ PA സഗീർ, ഭാഗ്യലക്ഷ്മി, ഹരിലാൽ, മാണിയത്ത്, ഗീത മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണ സമാപനവും ആദരണ ചടങ്ങും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ M നളിൻ ബാബു ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് CA ബാബു അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരിയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് മെമ്പർ ശില്പ ഷിജു, പഞ്ചായത്ത് മെമ്പർ ഷീബ വേലായുധൻ, പാവർട്ടി പ്രസ് ഫോറം ജനറൽ സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, വായനശാല ഭാരവാഹികളായ CM ജെയിംസ്, KP വത്സലൻ, KS സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഗുരുവായൂർ മല്ലാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കൂട്ടൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PV ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോജി തോമസ്, സെക്രട്ടറി ജോഷി ചീരൻ, CA ജോസ്, VC തോമസ്, PV ജോർജ്, MN സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭദ്രം പ്ലസ് കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. സംസ്ഥാന വ്യാപകമായി തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കൽ പദ്ധതിയുടെ ഭാഗമായി BKMU കർഷക തൊഴിലാളി ഫെഡറേഷൻ അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കി. BKMU സംസ്ഥാന ട്രഷറർ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. BKMU മേഖലാ പ്രസിഡന്റ് ചക്കാമഠത്തിൽ വേണു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, മേഖലാ സെക്രട്ടറി സജീവൻ മക്കൊത്ത്, BKMU നാട്ടിക മണ്ഡലം സെക്രട്ടറി KB ജോഷി, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ്
അധ്യക്ഷയായി. എഴുത്തുകാരൻ ശ്രീജിത്ത് തൊണ്ടയാട്ട്, ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ പി മെഹ്റൂഫ്, ദേവസൂര്യ ഭാരവാഹികളായ KC അഭിലാഷ്, ഗ്രീഷ്മ സുനിൽ, റജി വിളക്കാട്ടുപാടം, പ്രഭാകര മാരാർ തുടങ്ങിയവർ പങ്കെടുത്തു. NSS കരുമത്ര കരയോഗം ഓഫീസ് നിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ മുതിർന്ന അംഗം കുളങ്കര അയ്യപ്പൻ നായർ, സെക്രട്ടറി രാമകൃഷ്ണൻ തടത്തിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഋഷികേശ്, താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ, ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ, കരയോഗം വൈസ് പ്രസിഡന്റ് ദാസ് വിളമ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6765 രൂപ, പവന് 54,120 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3678 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. പാവറട്ടി വെങ്കടങ്ങിൽ മതിലിടിഞ്ഞു വീണ് 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ചെറുവനേങ്ങാട് നെല്ലിക്കുന്നിൽ 1.5 വയസ്സുള്ള പെൺകുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ ധനസഹായം കൈമാറി. ബിനോയുടെ മൂത്ത മകന് പഠനത്തിന് ശേഷം വിദേശത്ത് ജോലി ഉറപ്പാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. പാലപ്പള്ളി കാരിക്കുളത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി മറിഞ്ഞ 6 പേർക്ക് പരിക്ക്, ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മാള പഞ്ചായത്തിലെ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് കേന്ദ്രം ഉദ്ഘാടനത്തിന് ശേഷം പൂട്ടിയിട്ടിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ആവശ്യമായ ഫർണിച്ചർ ഇല്ലാത്തതാണ് കെട്ടിടം അടച്ചിടാൻ കാരണം. തളിക്കുളം അറപ്പയ്ക്കടുത്ത് കടലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. നീലഗിരി സ്വദേശി അവൻ കുമാറാണ് മരിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.